എൻട്രി ടി വിയിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഹായ് ഓൾ, നമ്മുടെ ബ്ലഡ് റിലേഷൻ്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക്സ് ആണ് നോക്കിയത്. എന്തൊക്കെയാണ് റിലേഷൻസ് എന്ന് നോക്കി. നമുക്ക് ബേസിക്കായിട്ട് സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻസിൽ വരാവുന്ന റിലേഷൻഷിപ്സ് നമ്മൾ നോക്കി. അതേപോലെ തന്നെ എങ്ങനെ ഒരു ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് നോക്കി. ഫീമെയിൽസിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഏത് സിമ്പിളാണ് യൂസ് ചെയ്യേണ്ടതെന്നും മെയിൽസിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഏത് സിമ്പിളാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈൻ ഏതാണ് സിബ്ലിങ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പം, വെർട്ടിക്കൽ ലൈൻ പാരൻറ്റ് ചൈൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പം, പിന്നെ ആർക്ക് എന്ന് പറയുന്നത് എന്തിനെയാണ് കപ്പിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പം ആർക്ക്. ഇത്രയുമാണ് നമ്മൾ ഡയഗ്രാംസിൽ പഠിച്ച കാര്യങ്ങൾ. പിന്നെ ഓരോ ലെവൽ ഓഫ് ഹിയറാർക്കി. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ചൈൽഡ് എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരു ജനറേഷൻ നമ്മൾ വിട്ടിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ 3 ജനറേഷൻ ഉണ്ടാകും. ഗ്രാൻഡ് ഫാദർ, പിന്നെ അതിൻ്റെ ചൈൽഡ്, പിന്നെ അതിൻ്റെ ചൈൽഡ്. അപ്പോൾ അങ്ങനെയാണ് ജനറേഷൻ ഹിയറാർക്കി പോകുന്നത്. അത് വെച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് എങ്ങനെ ഡയഗ്രാം വരയ്ക്കാമെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇനി അതിനെ ബേസിക്കായിട്ട് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Pointing to a lady in a photograph, Josna said, "Her son's father is the son-in-law of my mother. How is Josna related to that lady?" ഇങ്ങനെയാണ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ കാണാറ്, അല്ലേ? അപ്പോൾ എന്താ നോക്കാം. പോയിൻറ്റിങ് ടു എ ലേഡി ഇൻ ദ ഫോട്ടോഗ്രാഫ്. ഫോട്ടോഗ്രാഫിൽ കാണുന്ന ഒരു ഫോട്ടോഗ്രാഫിൽ ഒരു ലേഡിയുടെ പിക്ചറാണുള്ളത്. അപ്പോൾ ആ ഫോട്ടോഗ്രാഫ് ഒരു ലേഡിയുടെ ആണെന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാ കാര്യവും ശ്രദ്ധിക്കണം. കാരണം പോയിൻറ്റിങ് ടു എ പേഴ്സൺ എന്ന ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോഗ്രാഫിലുള്ള പേഴ്സൻ്റെ ജെൻഡർ നമുക്ക് അറിയില്ല. പക്ഷേ ഇവിടെ ലേഡി ഇൻ എ ഫോട്ടോഗ്രാഫ്, അപ്പോൾ അതായത് ഫോട്ടോഗ്രാഫ് ആരുടെയാണ്, ആ പേഴ്സൺ ഒരു ഫീമെയിൽ ആണെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടും. നമുക്ക് ഈ ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ എല്ലാ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അതിൽ നിന്നാണ് നമുക്ക് ജെൻഡറിൻ്റെ ഇൻഫർമേഷൻസും റിലേഷൻസും ബിൽഡപ്പ് ചെയ്ത് എടുക്കാനുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ തന്നിരിക്കുന്നത് പോയിൻറ്റിങ് ടു എ ലേഡി ഇൻ എ ഫോട്ടോഗ്രാഫ്. ജോസ്ന, ആര് പറഞ്ഞു? ജോസ്ന പറഞ്ഞു. ഹെർ സൺസ് ഫാദർ, അപ്പോൾ ആ ലേഡിയുടെ സണ്ണിൻ്റെ ഫാദർ, ലേഡിയുടെ സണ്ണിൻ്റെ ഫാദർ എന്ന് പറയുമ്പോൾ ലേഡിയുടെ ഹസ്ബൻഡ് ആയിരിക്കും. ഓക്കെ, ലേഡിയുടെ സണ്ണിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ലേഡിയുടെ ഹസ്ബൻഡാണ്. ഫാദർ ഈസ് ദ സൺ ഇൻ ലോ ഓഫ് മൈ മദർ. അപ്പോൾ ഈ ഹസ്ബൻഡ് എന്ന് പറയുന്നത്, അതായത് സണ്ണിൻ്റെ ഫാദർ, സണ്ണിൻ ലോ ആരുടെ സണ്ണിൻ ലോ ആവുള്ളൂ? അതായത് ഈ ലേഡിയുടെ പാരൻസിനല്ലേ അയാളുടെ സണ്ണിൻ ലോ ആവുള്ളൂ. ഓക്കെ, സോ ലേഡിയുടെ പാരൻസിൻ്റെ ഈസ് സണ്ണിൻ ലോ ഓഫ് മൈ മദർ. അപ്പോൾ ലേഡിയുടെ മദർ എന്ന് പറയുന്നത് ആരുടെയും മദറാണ്? ജസ്നയുടെയും മദറാണ്. ഓക്കെ, അപ്പോൾ ജസ്ന എന്ന് പറയുന്നത് ലേഡിയുടെ ആരാകാനായിട്ട്, ജസ്നയും ലേഡിയും തമ്മിൽ എന്തായിരിക്കും റിലേഷൻ ഉള്ളത്? ഒന്നില്ലെങ്കിൽ ജസ്ന എന്ന് പറയുന്നത് ബ്രദറാവാം, അല്ലെങ്കിൽ സിസ്റ്ററാവാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണുള്ളത്. ബ്രദർ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഐദർ സിസ്റ്റർ ഓർ ബ്രദർ ആവാം. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്ന, ഇവിടെ ആരാന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻസിലാകെ സിസ്റ്ററേ ഉള്ളൂ. നമ്മൾ വേറൊരു കാര്യം ഓർക്കേണ്ടത്, ബ്ലഡ് റിലേഷനിൽ ഒരിക്കലും പേര് വെച്ചിട്ട് നമ്മൾ ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്യരുത്. കാരണം ഇനി നമുക്ക് ഇപ്പോൾ PSCയിൽ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. പക്ഷെ നമ്മൾ ബാങ്കിൻ്റെ ലെവലിലേക്കൊക്കെ വരുമ്പം ഒരിക്കലും പേര് വെച്ചിട്ട് നമ്മൾ ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്യരുത്. അപ്പം നമുക്ക് ആൻസർ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് ഇങ്ങനെ അറൈവ് ചെയ്താൽ മതി. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എന്ത് മാത്രമേ ഉള്ളൂ? സിസ്റ്ററേ ഉള്ളൂ. അപ്പോൾ ഇവിടെ റിലേഷൻ വരുന്നത് ജസ്ന സിസ്റ്റർ എന്നാണ്. ഇവിടെ കനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഞാൻ അതിനെ പ്രിഫർ ചെയ്തേനെ. കാരണം എന്താണെന്ന് വെച്ചാൽ ജസ്നയുടെ ജെൻഡർ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനേ വഴിയുള്ളൂ. ഇവിടെ ജസ്നയുടെ മദർ എന്ന് പറയുന്നത് ലേഡിയുടെ മദറാണ്. അപ്പം ജസ്നയും ലേഡിയും തമ്മിൽ എന്താണ് റിലേഷൻ വരിക? ഐദർ സിസ്റ്റർ ഓർ ബ്രദർ. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സിസ്റ്ററിനാണ് ആൻസർ ഉള്ളത്. അതുകൊണ്ട് സിസ്റ്ററിനെ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. If Raju's mother
is Jolly's mother's daughter, then how is Jolly's mother related to Raju? Okay, അടുത്തൊരു question ആണ്. If Raju's mother is Jolly's mother's daughter, രാജുവിൻ്റെ അമ്മ mother is Jolly's mother's daughter, ജോളിയുടെ മദറിൻ്റെ ഡോട്ടർ ആണെങ്കിൽ then how is Jolly's mother റിലേറ്റഡ് ടു രാജു? ജോളിയുടെ മദർ അങ്ങനെയാണെങ്കിൽ രാജുവിൻ്റെ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇവിടെ എന്താണ് ത്രീ ഹിറാർക്കിയൽ ഡയഗ്രമാണിത് അല്ലേ. അപ്പോൾ രാജുവിൻ്റെ മദർ, രാജുവിൻ്റെ മദറിൻ്റെ മദർ എന്ന് പറയുന്നത് രാജുവിൻ്റെ ഗ്രാൻഡ് മദറാണ്. അപ്പോൾ വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് ജോളീസ് മദർ ടു രാജു എന്ന് ചോദിച്ചാൽ ഉത്തരം ഗ്രാൻഡ് മദറാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Pointing to a photograph, Ramesh said, "She is the wife of grandmother's only son. She is the wife of my grandfather's only son. How is the person in the photograph related to Ramesh?" അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രമേശ് എന്താ പറഞ്ഞത്? അതിൽ കാണുന്ന ഷീ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഫീമെയിലാണ്. ഷീ ഈസ് ദി വൈഫ് ഓഫ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി സൺ. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ, അതായത് അച്ഛൻ്റെ അച്ഛനാവാം അല്ലെങ്കിൽ അമ്മയുടെ അച്ഛനാവാം, ഗ്രാൻഡ് ഫാദറിൻ്റെ ഒറ്റ മകൻ്റെ വൈഫാണ് ആ ഫോട്ടോഗ്രാഫിൽ കാണുന്ന ആൾ. ഹൗ ഇസ് ദ പേഴ്സൺ ഇൻ ദ ഫോട്ടോഗ്രാഫ് റിലേറ്റഡ് ടു രമേശ്? അത് നമുക്ക് പിക്ചോറിയലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരയ്ക്കും? ആ പേഴ്സൺ, അതായത് ആ ലേഡി, ഫോട്ടോഗ്രാഫിലുള്ള ലേഡി എന്ന് പറയുന്നത് ഈസ് ദി വൈഫ് ഓഫ് ഓൺലി സൺ. അപ്പോൾ ഈ സൺ എന്ന് പറയുന്നത് ആരുടെ സണ്ണാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന ആളുടെ, രമേശിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സണ്ണാണ്. ആ ലേഡി, ഫോട്ടോഗ്രാഫിൽ കാണുന്ന ലേഡി എന്ന് പറയുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ, രമേശിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ മകൻ്റെ, ഒറ്റ മകൻ്റെ ഭാര്യയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ. So how is the person in the photograph related to Ramesh? അപ്പോൾ രമേശിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒറ്റ മകൻ്റെ ഭാര്യയാണ് ലേഡി. അങ്ങനെയാണെങ്കിൽ രമേശും ആ ലേഡിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? രമേശ് എന്ന് പറയുന്നത്, ആ ലേഡിയും രമേശിൻ്റെ ആരാണ്? മദറാണ്. ലേഡി ഈസ് റിലേറ്റഡ് ടു, ഹൗ ഇസ് ദ ലേഡി റിലേറ്റഡ് ടു രമേശ് എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ലേഡി എന്ന് പറയുന്നത് രമേശിൻ്റെ മദറാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഡി ഈസ് ബ്രദർ ഓഫ് ബി, ഹൗ ഇസ് ബി റിലേറ്റഡ് ടു സി? അപ്പോൾ അതിക്ക് മുമ്പ് നമ്മൾ വരയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് നെസസറി? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മെയിൻ സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്ന കാര്യം ഡി ഈസ് ബ്രദർ ഓഫ് ബി എന്നാണ്. അപ്പോൾ നമുക്ക് അത് വരയ്ക്കാം. ഡി എന്ന് പറയുന്നത് ബിയുടെ ബ്രദറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗ ഇസ് ബി റിലേറ്റഡ് ടു സി എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 വെച്ചിട്ട് നമുക്കിത് ഫില്ല് ചെയ്ത് നോക്കാം. ദ സൺ ഓഫ് ഡി ഈസ് ഗ്രാൻഡ് സൺ ഓഫ് സി. ഡിയുടെ സൺ എന്ന് പറയുന്നത് അതാരും ആയിക്കോട്ടെ, ഡിയുടെ സൺ എന്ന് പറയുന്നത് ഗ്രാൻഡ് സൺ ഓഫ് സി ആണ്. അപ്പോൾ ഗ്രാൻഡ് സൺ ഓഫ് സി ആണെങ്കിൽ എന്ത് പറയാം നമുക്ക്? ഇവിടെ ആയിരിക്കും ഗ്രാൻഡ് സൺ ഓഫ് സി. ഇനി അതേപോലെ തന്നെ ബി ഈസ് സിസ്റ്റർ ഓഫ് ഡി. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ഡയഗ്രാം, അഗെയിൻ ബേസിക് ഡയഗ്രാം ഇത് തന്നെ വരും. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് വരച്ചത്, ഇത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് വരയ്ക്കുമ്പോൾ ഡി ഈസ് ബ്രദർ ഓഫ് ബി അതേപോലെ തന്നെ ഇരിക്കുക. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് എന്താണ്? ബി ഈസ് സിസ്റ്റർ ഓഫ് ഡി. ബി സിസ്റ്റർ ഓഫ് ഡി എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് സീനെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സെക്കൻഡ് ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ റിലേഷൻഷിപ്പ് കിട്ടില്ല. ഫസ്റ്റ് ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഹൗ ഇസ് ബി റിലേറ്റഡ് ടു സി? എങ്ങനെയാണ് ബി റിലേറ്റഡ് ടു സി? ഇപ്പോൾ ബി എങ്ങനെയാണ്? ഫസ്റ്റ് ഡയഗ്രാം മാത്രമാണെങ്കിൽ നമുക്ക് ബി സിയുടെ ആരാന്ന് പറയാൻ പറ്റുമോ? ചൈൽഡ് ആണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഡോട്ടറാണോ സണ്ണാണോ എന്ന് നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റില്ല.
സെക്കൻഡ് ഫിഗർ ലോൺ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ബി സിയുടെ ആരാണെന്ന്, അപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിനി ഇത് രണ്ടും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? ഈ രണ്ട് ഇൻഫർമേഷൻസ് നമ്മൾ കമ്പൈൻ ചെയ്യുവാണെങ്കിൽ സി ഡി ബി ആരാന്ന് പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റർ ഓഫ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിയുടെ സൺ എന്ന് പറയുന്നത് സിയുടെ ഗ്രാൻഡ് ചൈൽഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഫിഗറാണ് തേർഡ് ഫിഗർ. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ഹൗ ഇസ് ബി റിലേറ്റഡ് ടു സി. അപ്പോൾ നമുക്ക് പറയാം ഡോട്ടർ എന്നാണ് ഉത്തരവെന്ന്. അപ്പോൾ എന്താ ഇവിടെ ആൻസർ വരിക? രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും നമുക്ക് ആവശ്യമാണ്. ബോത്ത് 1 and 2 ആർ റിക്വയർഡ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇത് ഡേറ്റ സഫിഷ്യൻസി പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെ ഡേറ്റയാണ് നമുക്ക് വേണ്ടി വരുന്നത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ, ഒരു റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിമ്പിൾസ് ഉപയോഗിച്ചിട്ടുള്ള ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസും കൂടെ ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ.